നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിലെ അന്വേഷണം തടയണമെന്ന CMRL കമ്പനിയുടെ അപ്പീലിൽ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും നിർണായകം തന്നെയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വീണയ്ക്കെതിരായ നടപടികൾ ED കടുപ്പിക്കുക തന്നെ ചെയ്യും. CMRL ശനിയാഴ്ച സമർപ്പിച്ച അപ്പീല് ഇന്നാണ് പരിഗണിക്കുന്നത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ സുന്ദരേശ്വരൻ ചെന്നൈയിൽ നിന്നും ED പ്രോസിക്യൂട്ടർ സുഹൈബ് ഹുസൈൻ ഡൽഹിയിൽ നിന്നും ഓൺലൈനിൽ ഹാജരാകും. കൊച്ചിയിലെ പ്രോസിക്യൂട്ടർ ജയശങ്കർ നേരിട്ടും ഹാജരാകും. ഇടക്കാല സ്റ്റേ ഉൾപ്പെടെ CMRLന് അനുകൂലമായ ഉത്തരവുകൾ ഉണ്ടാകാതിരിക്കാൻ ഡൽഹിയിലെ ആസ്ഥാനവും നിയമവശങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. അന്വേഷണം തുടരണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിലനിർത്താനാണ് EDയുടെ ശ്രമം. ED ശേഖരിച്ച തെളിവുകൾക്ക് പുറമെ സീരിയസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ആദായ നികുതി വകുപ്പ് എന്നിവയുടെ അന്വേഷണത്തിലെ വിവരങ്ങളും കോടതിയെ അറിയിക്കും. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിലെ വിവരങ്ങളും ആവശ്യമെങ്കിൽ കൈമാറും. വീണ വിജയന്റെ എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ ഒതുങ്ങാതെ CMRL നടത്തിയ 182 കോടി രൂപയുടെ ദുരൂഹമായ ഇടപെടലുകൾ ഉൾപ്പെടെ അന്വേഷണം നടത്തുന്നതും കോടതിയെ അറിയിക്കും. സംസ്ഥാന സർക്കാരിന് ഓഹരിയുള്ള സ്ഥാപനം നടത്തിയ ദുരൂഹ ഇടപാടുകളാണ് അന്വേഷണ വിഷയമെന്ന് വാദിക്കും. മറ്റ് 2 ഏജൻസികൾ അന്വേഷിക്കുന്ന ഇടപാടുകളിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കാൻ അധികാരം തങ്ങൾക്കാണ് എന്നാണ് EDയുടെ വാദം. മറ്റ് ഏജൻസികൾ അന്വേഷിച്ച കേസിൽ ED അന്വേഷണം ആവശ്യമില്ലെന്ന ഹർജിക്കാരുടെ വാദം നിലനിൽക്കില്ല എന്ന് സ്ഥാപിക്കണം. കള്ളപ്പണ വിനിമയ നിരോധന നിയമപ്രകാരം തങ്ങൾക്കുള്ള വിപുലമായ അധികാരങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ച് അന്വേഷണം തുടരാനുള്ള സാഹചര്യം ഒരുക്കാനാണ് ED ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശം. CMRLൽ നിന്ന് വീണയ്ക്ക് പ്രതിഫലമായി ലഭിച്ച 2.78 കോടി രൂപയിൽ 45 ലക്ഷം രൂപ ശശിധരൻ കർത്തായുടെ എംപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയിലേക്ക് കൈമാറിയതിന് തെളിവായി എക്സാലോജി കമ്പനിയുടെ ബാങ്കിംഗ് രേഖകൾ പുറത്തുവന്നു. CMRLൽ നിന്ന് എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ പണം എത്തുമ്പോൾ 4 മുതൽ 21 ദിവസത്തിനുള്ളിൽ ഈ തുക എംപവർ ഇന്ത്യയിലേക്ക് കൈമാറിയതായി SFIO റിപ്പോർട്ടിനൊപ്പം ചേർത്ത ചാർട്ട് വ്യക്തമാക്കുന്നു. വീണയ്ക്ക് ശശിധരൻ കർത്ത നൽകിയ 50 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചു കിട്ടാനായി പൊതുമേഖലാ കമ്പനിയായ CMRLനെ ഉപയോഗപ്പെടുത്തിയതും കർത്തയുടെ കടം വീട്ടിയതിന് പുറമെ 2.33 കോടി രൂപ വീണയുടെയും എക്സാലോജിക്കിന്റെയും കൈവശം എത്തിയതും ഈ രേഖകൾ സൂചിപ്പിക്കുന്നു. 2019 ജനുവരി വരെ എക്സാലോജിക്കിന് 2020 വരെ വീണയ്ക്കും CMRL പ്രതിഫലം നൽകിയിരുന്നു. എന്നാൽ 2020-21 വർഷം കമ്പനി നഷ്ടത്തിലായി അടച്ചുപൂട്ടി. വീണ കമ്പനിയുടെ ബിസിനസ് വളർച്ചയ്ക്ക് ഉപയോഗിക്കാത്ത 2.33 കോടി രൂപ എവിടെ പോയി എന്നതിനെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട്. CMRL 2017 മുതൽ എക്സാലോജിക്കുമായി കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം മെയ് 2017 മുതൽ ജനുവരി 2019 വരെ ലഭിച്ച പ്രതിഫലമാണ് എംപവർ ഇന്ത്യയിലേക്ക് കൈമാറിയത്. ഇതിൽ 45 ലക്ഷം രൂപ എംപവർ ഇന്ത്യയിലേക്ക് ഇതിനോടകം മാറ്റിക്കഴിഞ്ഞിരുന്നു. CMRLൽ ആദായ നികുതി റെയ്ഡ് നടന്ന 2019 ജനുവരി വരെ പ്രതിഫലം കൃത്യമായി നൽകിയിരുന്നു. CMRLുമായി കരാറിന് മുൻപ് 2016 നവംബറിൽ എക്സാലോജിക്ക് നൽകിയ 4 ലക്ഷം രൂപ കൂടി കണക്കിലെടുക്കുമ്പോൾ 49 ലക്ഷം രൂപ എംപവറിന് തിരിച്ചടവായി ലഭിച്ചു. 12% പലിശയ്ക്കാണ് എക്സാലോജിക്ക് 50 ലക്ഷം രൂപ വായ്പ നൽകിയിരുന്നത്. റെയ്ഡ് നടന്നിരുന്നില്ലെങ്കിൽ പലിശ കൂടി CMRLന്റെ ചെലവിൽ ഈടാക്കാൻ കർത്തയുടെ എംപവർ കമ്പനിക്ക് സാധിക്കുമായിരുന്നു. CMRLൽ നിന്നും പ്രതിഫലമായി ലഭിച്ച 2.78 കോടി രൂപയിൽ 45 ലക്ഷം രൂപ ശശീന്ദ്രൻ കർത്തയുടെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ എംപവർ ഇന്ത്യ ലിമിറ്റഡിലേക്ക് വീണ കൈമാറിയിരുന്നതിന് തെളിവായി എക്സാലോജിക് കമ്പനിയുടെ ബാങ്കിംഗ് രേഖകൾ ഉണ്ട്. CMRLൽ നിന്ന് ഓരോ തവണയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ പണം എത്തുമ്പോഴും 4 മുതൽ 21 ദിവസം വരെയുള്ള ഇടവേളയിൽ ഈ തുക എംപവർ ഇന്ത്യക്ക് കൈമാറുന്നതായിരുന്നു SFIO റിപ്പോർട്ടിനൊപ്പം ചേർത്ത ചാർട്ട് വ്യക്തമാകുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ വീട്ടിൽ ED റെയ്ഡ് നടത്തി മടങ്ങിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കുറ്റപത്രം അതിവേഗം സമർപ്പിക്കാനാണ് പോലീസും നീങ്ങുന്നത്. 1 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം. റിമാൻഡ് പൂർത്തിയാക്കും മുമ്പ് തന്നെ കുറ്റപത്രം നൽകാനാണ് പോലീസ് ശ്രമിക്കുന്നത്. കേസിന്റെ അന്വേഷണ ചുമതല SP ക്ക് കൈമാറും.
10 പ്രതികളോളം ഇനിയും ആകാനുണ്ടെന്നും പോലീസ് പറയുന്നു. ഇവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും പോലീസ് പറയുന്നു. അതേസമയം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ SFIO തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിജയ് വിമൽ ഇന്നലെ പിടിയിലായിരുന്നു. വീടിൽ കയറിയാണ് പോലീസ് വിജയ് വിമലിനെ പിടികൂടിയത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 26 ആയി. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ് വിജയ് വിമൽ. കേരള സർവകലാശാല യൂണിയൻ മുൻ ചെയർമാൻ കൂടിയായിരുന്നു വിജയ് വിമൽ. അറസ്റ്റിലായ വിജയ് വിമൽ സംഘത്തിൽ പങ്കാളിയായിരുന്നില്ലെന്നാണ് SFI നിലപാട്. അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ നേതാക്കളെ അകത്തിടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതെന്നും SFI ആരോപിച്ചു. വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ആസൂത്രണത്തോടുകൂടിയുള്ള രാഷ്ട്രീയ ആക്രമണമെന്ന് കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. ഭരണഘടനാ സ്ഥാപനത്തിന് നേരെയുള്ള വെല്ലുവിളിയാണിതെന്നും കോടതി പറഞ്ഞിരുന്നു. ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലായിരുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിരീക്ഷണം. ആക്രമിക്കപ്പെട്ട വാഹനം പൊതുമുതൽ തന്നെയാണ്. പൊതുമുതൽ നശിപ്പിച്ചില്ലെന്ന വാദം നിലനിൽക്കില്ല. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണം ഉദ്യോഗസ്ഥർക്ക് ഭീതിയും മാനസികാഘാതവും ഉണ്ടാക്കിയെന്നും സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന അപൂർവമായ സംഭവമാണ് ഇതെന്നും കോടതി വിലയിരുത്തിയിരുന്നു. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ 5 പ്രതികൾക്കാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടായത്. നിതിൻ രാജ്, മനോജ് ജീവൻ, ശ്രീജിത്ത്, ഷാഹിൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. ബിരു അടക്കമുള്ളവരും പിടിയിലായിട്ടുണ്ട്. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ 200 പേരെ ആണ് അറസ്റ്റ് ചെയ്യാനായി നീങ്ങുന്നത്. ആ 200 പേരെ എന്തായിരിക്കും കോടതിയുടെ വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കേരളത്തിലായിരിക്കില്ല കേസ് നടക്കുന്നത്. അങ്ങ് ജമ്മു കാശ്മീരിലോ ഡൽഹിയിലോ മധ്യപ്രദേശിലോ ജാർഖണ്ഡിലോ ഒക്കെ കൊണ്ട് കോടതിയിലായിരിക്കും ഈ ഒരു കേസ് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ കയറി ഇറങ്ങി കുറേ മുടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.